ഉണ്ടോ? ഓർത്ത് നോക്കിക്കേ, W is equal to mgh ആണ്. അതിൽ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 100 gram ആണ് അല്ലേ? 100 gram എന്ന് പറയുന്നത് ഗ്രാമിലാണ്. അപ്പം നമ്മൾ അതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 100 കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു, അപ്പോൾ അത് 0.1 kg ആയി. 100/1000 ചെയ്തപ്പോൾ എന്താണ്? 0.1 kg ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? എത്രയാണ്? 0.1 നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ദ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. യെസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പം എന്താ ഇവിടെ തന്നിട്ടുള്ളത്? എ ബോക്സ് lifted to a height of 5 meter. Alright? അപ്പോൾ എന്താ? a box of mass 20 kg. മാസ് 20 kg മാസുള്ള ഒരു ബോക്സിനെ തന്നെ നമുക്ക് എന്താ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിന് എടുത്ത് എഴുതണം അല്ലേ? ഹായ് റിതുൽ. ഓക്കെ, സോ നമുക്ക് ന്യൂമറിക്കൽ തന്നിട്ടുള്ള വാല്യൂസിന് നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, എങ്കിൽ നമുക്ക് മാസ് ആണ് m is equal to 20 kg ആണ്. is lifted to 5 meter. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 5 meter ആണ്. Take g is equal to 10 meter per second square. ഹലോ, ഓക്കെ, അപ്പം നമ്മുടെ ലൈവ് ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം റെഡി അല്ലേ? യെസ്. അപ്പോൾ എവിടെ വരെയായി പഠനമൊക്കെ? അടിപൊളിയായി പഠിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഥവാ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആണ്. ടോപ്പിക്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ ഞാൻ മെയിനായിട്ട് 4 അതുമായി റിലേറ്റ് ചെയ്തില്ല കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരും റെഡി ആണോ? ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എത്ര പേരെത്തി? റിതുലുണ്ട്, അർമിനുണ്ട്, ഹായ്. ഓക്കെ, അപ്പം എല്ലാവരും ഫ്രണ്ട്സ് വിളിക്കുക അല്ലേ? നമുക്ക് എല്ലാവർക്കും പഠിച്ച് ഇനിയിപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഇനിയുള്ള ദിവസം നമ്മൾ മാക്സിമം പഠിക്കണം, എന്നാലേ നമുക്കൊരു നല്ല അല്ലേ? ഹായ് റിതുൽ. ഓക്കെ, സോ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണം. അപ്പം നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. വർക്ക് ആൻഡ് എനർജി. സോ വിത്ത് ഫുൾ എനർജി വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. സോ നമ്മൾ വർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ വർക്ക് എന്താണെന്ന് പഠിക്കുന്നു. പിന്നീട് നമ്മൾ എനർജി ആൻഡ് എനർജി ഈസ് ഡിവൈഡഡ് ഇൻടു 2. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്, 2. ഓക്കെ, സോ കൈനറ്റിക് എനർജി ആണെന്ന് പഠിക്കും. പിന്നീട് നമ്മൾ ലോ ഓഫ് കൺസർവേഷനും പിന്നെ അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. ഓൾറൈറ്റ്, ഇനി നമുക്കറിയാം ഫിസിക്സിൽ നമ്മൾ കോൺസെപ്റ്റ് ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ന്യൂമറിക്കൽ ചെയ്യണം അല്ലേ? കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാലേ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കോൺസെപ്റ്റ് കുറച്ച് പറയുന്നു, കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പം എല്ലാവരും റെഡിയാണോ? ഓക്കെ,
സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വർക്ക് എല്ലാവരും ഈ ചിത്രത്തിൽ ഒന്ന് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ഈ ചിത്രത്തിൽ നോക്കിക്കേ. ഫസ്റ്റ് കേസിൽ നമുക്കറിയാം ഒരു ബോയ് ഈസ് പുഷിങ് എ വോൾ അല്ലേ, ഒരു വോളിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. പുഷ് ചെയ്യാണ് അല്ലേ, ഒരു ബോയ് ഈസ് പുഷിങ് എ കാർ, ഈസ് ലിഫ്റ്റിംഗ് എ വെയിറ്റ് ലിഫ്റ്റ് ആണ് അല്ലേ, ഗേള് ഒരു വെയിറ്റ് ലിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടിയാണ് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4 കേസിലും വർക്ക് ഡൺ ആണോ, ഇവിടെ പ്രവൃത്തി നടക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രവൃത്തി നടക്കുന്നുണ്ടോ? യെസ് ഓർ നോ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. പ്രവൃത്തി നടക്കുന്നുണ്ടോ, വർക്ക് ഡൺ ആണോ? 4 കേസിലും ഫസ്റ്റ് കേസിൽ വോളിനെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ചുമരിനെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ ചുമര് നീങ്ങുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. സെക്കൻഡ് കേസിൽ കാറിനെ പുഷ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇമേജിൻ കാറ് നീങ്ങുന്നുണ്ട്, അവിടെ പ്രവൃത്തി നടക്കുന്നുണ്ടോ? പോട്ടെ, നമ്മൾ ഹോംവർക്ക് ചെയ്തു എന്ന് പറയുന്നത് അവിടെ ഫിസിക്സിൽ നമുക്ക് ഹോംവർക്ക് ചെയ്യാന്ന് പറയുന്നതിന് നമുക്ക് വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? യെസ്, യെസ് പറയുന്നുണ്ട്. പറ്റുമോ? പറ്റുന്നാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ് ബിന്ദു ഉണ്ണികൃഷ്ണൻ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിന് എന്താ, നമുക്ക് എല്ലാം വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫിസിക്സിൽ നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഏതാണ്? ഒന്നാമത്തേതാണ് കണ്ടീഷൻ ഫോർ വർക്ക്, എ ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ്, ഒരു ബലം പ്രയോഗിക്കണം. നമുക്കവിടെ വർക്ക് ഡൺ ആണ് എന്ന് പറയാൻ, അല്ലെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ, നമുക്ക് ഫിസിക്സിലേക്ക് വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ അവിടെ എ ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ്, ഒരു ബലം. ഓക്കെ, രണ്ടാമത്തേത് എന്താണ്? ദ ഒബ്ജക്റ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഒന്നാമത്തേത് അവിടെ ഒരു ബലം പ്രയോഗിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വെയിറ്റ് ലിഫ്റ്റ് ആണ് എങ്കിൽ അതിനെ പൊന്തിക്കാൻ അവിടെ എന്താണ്, ഒരു ഫോഴ്സ് വേണം. പിന്നെ എന്താണ്, ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഇപ്പം ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് എന്ത് സംഭവിക്കണം? അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കണം, അല്ലെ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ, ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇപ്പം ഞാൻ ഈ ചുമരിനെ തള്ളുകയാണെങ്കിൽ ഇതല്ലേ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഈ ഡയറക്ഷനിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, നമ്മുടെ ചുമര് അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇല്ല അല്ലേ? അപ്പം ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിലേക്ക് മോഷൻ ഉണ്ടെങ്കിൽ, അല്ലെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ വർക്ക് ഡൺ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ്, സോ ഇനി നമുക്ക് വർക്കിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കണം അല്ലേ. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ വർക്ക്? ഇറ്റ്സ് നത്തിങ് ബട്ട് വർക്ക് ഈസ് സെഡ് ടു ബി force. Work is said to be done by a force if there is a displacement for the object in the direction of applied. Said to be done by a force. Done by a force if there is a displacement. അല്ലേ, എപ്പോഴാണ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുക, ബലത്തിന്റെ ദിശയിൽ നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക്, ഒരു വസ്തുവിൽ ഞാനൊരു ബലം പ്രയോഗിക്കുകയും ആ പ്രയോഗിച്ച ബലം അല്ലേ എന്ത് സംഭവിക്കണം? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയും ചെയ്താലേ നമുക്ക് അവിടെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ വർക്കിന് അല്ലേ, സോ നമുക്ക് ഇക്വേഷൻസ് ആണ് നമ്മളിതിൽ പഠിക്കുന്നതും അത് വെച്ചിട്ട് കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് അല്ലേ. യെസ്, ഓക്കെ, എങ്കിൽ നമ്മുടെ ബലത്തിന്റെ ഇക്വേഷൻ അറിയാവോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫോഴ്സ്? F is equal to തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഫോഴ്സ് is equal to mass into acceleration ആണ്. When it comes എന്താ, work is equal to force into displacement ആണ്. W is equal to F into S അഥവാ equal to force into displacement. Okay, work is equal to force into displacement. W is ഇനി വർക്കിന്റെ യൂണിറ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. വർക്കിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലത്തിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ബലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പുഷ് അല്ലെങ്കിൽ പുള്ള് അല്ലേ. എ പുഷ് ഓർ പുൾ വിച്ച് ക്യാൻ shape or we can change the direction or we can increase or decrease the speed etc. അല്ലേ. ഒരു ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ റെസ്റ്റിലുള്ള അല്ലെ ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന് അതിനെ ചലനാവസ്ഥയിലേക്കാക്കാൻ, അല്ലെ ചലനാവസ്ഥയിൽ ഒന്നിനെ നിശ്ചലാവസ്ഥയിലേക്കാക്കാൻ ബലം പ്രയോഗിക്കണം അല്ലേ.
ഇനി അപ്പം ബലം നമുക്ക് ഓൾറെഡി അറിയാം. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലേ? എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സ്ഥാനാന്തരം. അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ദൂരാണ് അല്ലേ? ദൂരായതുകൊണ്ട് തന്നെ അതിൻ്റെ എങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ജൂളാണ്. ഓക്കെ, ജൂളാണ് നമ്മുടെ. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഒരു വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നു എങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എന്ന് വെച്ചാൽ എന്താണ്? എന്താ ഇവിടെ പറയുന്നത്? ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം ബോക്സ് ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്തോ വലിയ സിമ്പിളാണ്. ഒരു ഒബ്ജക്റ്റിലേക്ക്, ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം, ഇതിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം എന്ത് സംഭവിച്ചു? അത് 1 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, 1 ന്യൂട്ടൺ അവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ജൂൾ എന്ന് പറയുന്നത്. അതിനല്ലേ നമ്മുടെ ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്തത്? W is equal to force into displacement. So work is equal to force into displacement equal to 1 Newton and S is equal to 1 meter. Then W is equal to 1 joule. Definition ആയിട്ട് പറയുന്നത് എന്താണ്? 1 Newton. If a force applied on an object is displaced by the work, the force is 1 joule. All right. ഇനി പറ്റി പറഞ്ഞു അല്ലേ? ആരാണ് ഈ ജൂള്? നമ്മുടെ ജെയിംസ് അല്ലേ? അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചക പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ്. ആദരവ് സൂചക എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് മാത്രമല്ല, എനർജീന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അപ്പൊ അതൊക്കെ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? നമ്മളെ ജെയിംസ് സയന്റിസ്റ്റിന്റെ. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ ടെക്സ്റ്റില് ഒന്ന് പഠിച്ചു പോകുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. ഓൾറൈറ്റ്, അല്ലേ? എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയാലോ? നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, applied on a box 4 meter in the direction of the force, then find the work done by the force. All right, എന്താ ഇവിടെ പറയുന്നത്? 50 ന്യൂട്ടൺ ഒരു പെട്ടിയിൽ പ്രയോഗിക്കുന്നു അല്ലേ? അതായത് നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അതിലേക്ക് ഞാനൊരു 50 ന്യൂട്ടൺ 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. അത് ബലത്തിന്റെ മീറ്റർ നമ്മുടെ വസ്തു നീങ്ങുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഈ ഒരു ഡയറക്ഷനിലല്ലേ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഇതേ ഡയറക്ഷനിൽ എന്താണ്? 4 മീറ്റർ നമ്മുടെ ഒബ്ജക്റ്റ് നീങ്ങുകയാണ് ചെയ്യുന്നത് എങ്കിൽ okay, so yes, so we are applying a force of 50 Newton in this direction and the object is moving at a distance of what? It travel 4 meter അല്ലേ? 4 മീറ്റർ അത് ട്രാവൽ ചെയ്തു എങ്കിൽ what is the work done? ഇവിടെ വർക്ക് ഡൺ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. Okay, yes ma'am, can you talk in English? Okay, I will talk in English also. So ഇവിടെ what is the work done here? എന്താണ് ഇവിടെ വർക്ക് ഡൺ എത്രയായിരിക്കും? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ അറിയാം. So what is the equation for work done? W is equal to what? Force into displacement. അല്ലേ? Work done is equal to force into displacement. And what is the force here? നമ്മുടെ ബലത്തിന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് ഫോഴ്സ് ആണത് 50 ന്യൂട്ടൺ ആണ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മൾ 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ 4 മീറ്റർ അത് മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്തു എങ്കിൽ of displacement that is 4 meter. Okay, 4 meter എങ്കിൽ what is the value of work? W is equal to 50 Newton. 50 into 4 that is equal to what? 5 into 4 20. Again 1 0. And what is the unit? എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. വർക്ക് 200 ജൂൾ ആണല്ലേ? ഫസ്റ്റ് കേസിൽ 200 ജൂൾ ആണ്. സിമ്പിൾ അല്ലേ? യെസ്. നമുക്കൊരു നെക്സ്റ്റ് ടോപ്പിക്, നമ്മുടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. വർക്കിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചത്. എന്താണ്? W is equal to force into displacement. നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ്, വെരി ഗുഡ്. 200 ജൂൾ. വെരി ഗുഡ്. സോ നെക്സ്റ്റ്
ഗ്രാവിറ്റി, വർക്ക് ഡൺ എഗനിസ്റ്റ് ദി ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്തായിരുന്നു? നമ്മൾ ഗുരുത്വാകർഷണ ബലം അല്ലേ? ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ എന്താ? ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ ചെയ്യുന്ന ബിഫോർ ദാറ്റ് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഐ ഹാവ് എ ടേബിൾ ആൻഡ് ഐ ഹാവ് കെപ്റ്റ് എ ബോക്സ്. ഒരു ടേബിളിൽ നമ്മളൊരു ബോക്സ് വെച്ചു എങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം താഴേക്ക് പുള്ള് ചെയ്യുന്നുണ്ട് അല്ലേ? ആരാണ് പുള്ള് ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏത് ഫോഴ്സാണ് ആ ടേബിൾ? ഒരു mg താഴേക്ക് ആക്ട് ചെയ്യുന്നില്ലേ? ഉണ്ട്. അതിന് ഒരു നോർമൽ ഫോഴ്സും ഉണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇഫ് ജസ്റ്റ് ഇമേജിൻ ഐ എം അപ്ലൈയിങ് എ ഫോഴ്സ് 100 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു 100 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുകയാണ് എങ്കിൽ ഇവിടെ ഒരു 100 ന്യൂട്ടൺ, ഇതാണ് എൻ്റെ. ഓക്കെ, ഇതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുമോ? ഗ്രാവിറ്റി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി ഇതിന് ഫോഴ്സ് ആക്ട് ചെയ്യോ? ഓഫ് കോഴ്സ്. ഏത് ഫോഴ്സ്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ബോക്സിനും നമ്മുടെ സർഫസിനും ഇടയിലായിട്ട് ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫ്രിക്ഷൻ. നമ്മൾ ബേസിക്കലി ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ഫോഴ്സ്. ഇനി നമുക്ക് തിരിച്ചു വരാം. Now what is this? ഈ ചിത്രം നോക്കിക്കേ. അപ്പൊ നമുക്കറിയാം നമ്മളൊരു എച്ച് ഹൈറ്റിൽ അല്ലേ, ഗ്രൗണ്ടിലുള്ള ഒരു കണ്ടെയ്നർ നമ്മളൊരു എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിലുള്ള ഒരു എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. ഓക്കെ, യെസ്, ഗ്രൗണ്ടിലുള്ള ഒരു കണ്ടെയ്നർ നമ്മൾ എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഞാൻ ഉയർത്തണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണ്ടേ അല്ലേ? ഒരു വർക്ക് ചെയ്യണം അല്ലേ? ആ വർക്കിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് വർക്ക് ഈസ് ഡൺ എഗനിസ്റ്റ് ദ ഗ്രാവിറ്റി അല്ലേ? ഗ്രൗണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാനൊരു ഹൈറ്റിലേക്ക് ഉയർത്തണമെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ എന്തുണ്ടായിരുന്നു? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ? ഗുരുത്വാകർഷണ ബലമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രവൃത്തി ചെയ്യണം, ഒരു വർക്ക് ചെയ്യണ്ടേ? ആ വർക്കാണ് നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനൊരു ഇക്വേഷനാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? W is equal to force into displacement അല്ലേ? നമുക്ക് ഓൾറെഡി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ കണ്ടെയ്നറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയായിരിക്കും? ഉണ്ടാവില്ലേ? അതുപോലെ അതിലേക്ക് ആരുണ്ടാവും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടാവും. എങ്കിൽ F is equal to mg ആണ് ആക്ട് ചെയ്യുന്നത്. എഗെയിൻ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെയ്നറിനെ ഒരു എച്ച് ഹൈറ്റിലേക്കല്ലേ ഉയർത്തിയിട്ടുള്ളത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഹൈറ്റിലേക്ക് അത് വന്നു. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ദാറ്റ് ഈസ് റൈറ്റ് h. Now we can equation W is equal to what? mgh. W is equal to mgh against the gravity. വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനായി ചെയ്യുന്ന പ്രവൃത്തി അല്ലേ? നമ്മളൊരു വസ്തുവിനെ ഉയർത്തുന്നേരം എന്താ ചെയ്യുന്നത്? നമ്മൾ ഗുരുത്വാകർഷണം അല്ലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. W is equal to mgh. എല്ലാവർക്കും മനസ്സിലായോ? യെസ്, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. എന്താണ്? എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിക്കേ, ഒന്ന് കമന്റ് ചെയ്ത് എന്താണ് ഇതിന്റെ ആൻസർ. സോ ദി ക്വസ്റ്റ്യൻ വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 gram. ഓക്കെ, ഒബ്ജക്റ്റിന്റെ മാസ് പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 gram. 100 gram മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ടു ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 gram ടു എ ഹൈറ്റ് ഓഫ് 1 meter. ഓക്കെ, 1 meter. ഇപ്പം ഗ്രൗണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, 100 gram മാസ് അല്ലേ? ഇത് ഗ്രൗണ്ട് ആണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 100 gram മാസ് താഴേക്ക് ആക്ട് ചെയ്യാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ? അറ്റ് എ ഹൈറ്റ് ഓഫ് വാട്ട്? 1 meter. 1 meter ഹൈറ്റിലേക്ക് അതിനെ ഉയർത്തണം. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്താണ്? 100 gram തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ഹൈറ്റ് h തന്നിട്ടുണ്ടോ? യെസ്, 1 meter തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? W is equal to വർക്ക് ഡൺ ആണ് കാണേണ്ടത്. ആൻഡ് ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ is equal to W is equal. നമുക്ക് എമ്മിന്റെ മാസ് തന്നിട്ടുള്ളത് 100 ഗ്രാമിലാണ്. ചെയ്യുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുക. ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുള്ളത് ഏതിലാണ്? 100 ഗ്രാമിലാണ്.
എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ, കമൻറ്റ് ചെയ്തേ. 100 ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അപ്പം എന്തായിരിക്കും അതിൻ്റെ ആൻസർ? അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. 100 ഗ്രാമിലുള്ളതിൽ നമ്മൾ ഗ്രാമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ശരിയാവോ? ഇല്ല. നമ്മൾ അതിന് എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക്. SI യൂണിറ്റ് കിലോഗ്രാം ആണല്ലേ. സോ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 100 gram means what? 100 divided by 1000. So we'll get 0.1 kg. ഇനി നമ്മൾ കാൽക്കുലേഷൻ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ W is equal to mass is 0.1 and G. What is the value of G? Acceleration due to gravity. Usually 9.8 ആണ്. Take it as 10 meter per square. So നമ്മൾ 10 എടുക്കുക into what is the value of H? ആണ് is equal to what? 0.1 into 10, that is 1. 1 into 1, 1. And the answer is 1 joule. So, simple അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1 joule ആണ്. ഓക്കെ, ഇനി നമുക്ക് let's go to the mass 20 kg is lifted to a height of 5 meter. അപ്പോൾ 20 kg mass ഉള്ള ഒരു ബോക്സ്. ഓക്കെ, ഒരു ബോക്സ് അതിൻ്റെ മാസത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? വാല്യൂസ് എടുത്ത് എഴുതാം. സോ ദി മാസ് ഓഫ് ദി ബോക്സ് M is equal to what? 20 kg. 20 kg ആണ്. 20 kg. To a height of 5 meter. ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? 5 meter ആണ്. Now G is equal to G is equal to 10 meter per second square. അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ 10 എടുക്കാൻ പറയുകയാണെങ്കിൽ we should take what? 10. Calculate the work done against gravity. So W is equal to what? mgh. Calculate the work done against the gravity. Le ഗുരുത്വാകർഷണ ഓപ്പോസ് ചെയ്ത് ചെയ്യുന്ന വർക്കിലെ പ്രവൃത്തി അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ചെയ്താൽ പോരെ. ഇവിടെ നമുക്കറിയാം മാസ് തന്നിട്ടുള്ളത് കിലോഗ്രാമിലാണ്. സോ കൺവേർഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? G 10, H നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് is 5. So W is equal to 5 into 10 again 1 2. So the answer is 10,000 joule. അല്ലേ? Mass is equal to 20 kg, height is equal to 5 meter, G is equal to 10 meter per second square. So W is equal to mgh. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 20 into 10. ഓക്കെ ഓക്കെ, ഒരു സീറോൻ്റെ ആവശ്യമില്ല അല്ലേ? 1000 joule. ആൻസർ വിൽ ബി 1000 joule. 1000 joule is answer. Now let's go to work, negative work, etc. Okay, ഇപ്പോൾ നമ്മൾ വർക്ക് ഡൺ എന്താണെന്ന് പഠിച്ചു. വർക്ക് ഡണ്ണിൻ്റെ എല്ലാ കേസിലും വർക്ക് ഡൺ നടക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ ചുമരിനെ പുഷ് ചെയ്യുന്ന കേസ് പഠിച്ചായിരുന്നു അല്ലേ? അവിടെയൊക്കെ വർക്ക് ഡൺ നടക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? പക്ഷെ അതെങ്ങനത്തെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. അപ്പോൾ ഓരോ കേസിലും നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് വർക്ക് ഇസ് ഡൺ, റൈറ്റ്? ഇനി ഞാൻ ജസ്റ്റ് ഇമേജിൻ ഐ ഹാവ് എൻ ഒബ്ജക്റ്റ് ട്രോളി ഹിയർ ആൻഡ് ദ ബോയ് ഈസ് പുഷിംഗ് അല്ലേ? ബോയ് ഇതുപോലെ പുഷ് ചെയ്യാണ് ആൻഡ് ദ ട്രോളി ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ സംഭവിക്കുന്നത് ട്രോളി മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് വർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് നെഗറ്റീവ് വർക്ക്? ഫോർ എക്സാമ്പിൾ ഹിയർ നെഗറ്റീവ് വർക്ക് നമുക്ക് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് എ കാർ. ഓക്കെ, ജസ്റ്റ് ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കാർ ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, കാറ് മുന്നിലേക്ക് മൂവ് ചെയ്യാണ്. കാറിൻ്റെ മുന്നിലായിട്ട് ഒരാൾ നിന്നിട്ട് എന്താ കാറിനെ പുറകിലേക്ക് പുഷ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാർ മുന്നിലേക്ക് പോവാണ്, പുറകിൽ നിന്ന് ഒരാൾ കാറിനെ എന്താ മുന്നോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിനെ പുറകിലേക്ക് പുഷ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് മറ്റേ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണോ വരുമ്പോഴാണ് നെഗറ്റീവ്. ഫസ്റ്റ് വിൽ ലേൺ അബൌട്ട് പോസിറ്റീവ് വർക്ക് ഈസ് പോസിറ്റീവ് when the force and the same direction. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട് എങ്കിൽ ദ വർക്ക് ഈസ് പോസിറ്റീവ് വർക്ക്. ഫോർ എക്സാമ്പിൾ പുഷിംഗ് എ കാർട്ട്, പുള്ളിങ് എ സൂട്ട് കേസ്, അതുപോലെ റൈഡിങ് എ
കിക്ക് എന്താ? കിക്കിങ് എ ഫുട്ബോൾ അല്ലേ? ഫുട്ബോളിനെ കിക്ക് ചെയ്യുമ്പോൾ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലല്ലേ മോഷൻ സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ്. Now when it comes friction acting on a moving car. Okay, friction acting on a moving car. ഒരു കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ കാർ മുന്നിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എന്നാൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇറ്റ് ആക്ട് ഓപ്പോസിറ്റ് അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ അതെന്താണ്? നെഗറ്റീവ് വർക്കാണ്. നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ് എയർ റെസിസ്റ്റൻറ്റ് ഒപ്പോസിങ് എ പാരച്യൂട്ട്. നമ്മുടെ പാരച്യൂട്ട് താഴേക്ക് വരികയാണ് അല്ലേ? അപ്പോൾ എന്താ? താഴേക്ക് വരുന്ന ഒരു ഒബ്ജക്റ്റിൽ ഏത് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. എന്നാൽ താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലേ? നമ്മുടെ പാരച്യൂട്ടിൻ്റെ ഉള്ളിലുള്ള എയർ അത് മുകളിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. വർക്ക്, അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അല്ലേ? ആ വർക്ക് എങ്ങനത്തെ വർക്കായിരിക്കും? വർക്കായിരിക്കും. ഓൾറൈറ്റ്, നെക്സ്റ്റ് സീറോ വർക്ക്. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു കേസ്. സീറോ വർക്ക്. വാട്ട് ഈസ് സീറോ വർക്ക്? ഈ ചിത്രത്തിൽ ഒന്ന് നോക്കിക്കേ. നൗ എ ബോയ് ഈസ് ഹോൾഡിങ് സം ഒബ്ജെക്ട് അല്ലേ? ഇപ്പം ഒരു വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ കയ്യിലേക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത്, ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം അല്ലേ? നൗ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇയാൾ മുന്നോട്ടേക്കല്ലേ നടക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ അല്ലേ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. ഫോഴ്സ് കൊടുത്ത ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഇനി ഇതിന് എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഇവിടെ എന്തായിരിക്കും? സീറോ വർക്കായിരിക്കും. ഓൾറൈറ്റ്, അപ്പം അത് എന്തുകൊണ്ടാണ് വരുന്നത്? W is equal to എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓർ ഇപ്പം നമ്മൾ ഹയർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും W is equal to what? Fs cos തീറ്റ. അപ്പം എന്താണ് ഈ തീറ്റ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ തീറ്റ? ഒന്നുമല്ല, നമ്മുടെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്, കോസ് തീറ്റ. ഇനി കോസ് തീറ്റേൻ്റെ കേസിൽ കോസ് തീറ്റ 90 ആവുന്ന കേസിൽ, ഓക്കെ, കോസ് തീറ്റേൻ്റെ വാല്യൂ കോസ് 90 ആവുന്ന കേസിൽ എന്താണ്? കോസ് 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, കോസ് 90ൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 40 ഡിഗ്രിയിൽ വരുമ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇത്രക്കൊന്നും നമ്മൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 3 കേസാണ് പഠിക്കാൻ. കേസ് എന്താണ്? പോസിറ്റീവ് വർക്കാണ് അല്ലേ? അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയും ചെയ്യുന്നു, നീങ്ങുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഇവിടെ വർക്ക് ഡൺ എന്ത് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് വർക്ക്. നൗ സെക്കൻഡ് കേസിൽ, സോ ദിസ് ഇസ് ദ ഫോഴ്സ് ആൻഡ് ദിസ് ഇസ് ദി. Now if you are applying a force in this direction and the displacement is in the opposite direction, ഇപ്പോൾ ഇവിടെ ആംഗിൾ എന്താണ്? ഇതിനിടയിൽ ആംഗിൾ എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? എങ്കിൽ ഇവിടെ എന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഇനി യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നു, എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്, 90 ഡിഗ്രിയിലാണ്. എങ്കിൽ ഇവിടെ 0 വർക്കായിരിക്കും. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി സിമ്പിൾ. ഓൾറൈറ്റ്, യെസ്. ഓക്കെ, എന്താ? ബോയ് ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? തലയിൽ ഇങ്ങനെ. എന്നിട്ട് സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ്? ഇങ്ങോട്ടേക്കാണ്. ഈ ഒബ്ജക്റ്റിന് നമ്മൾ മുകളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? തലയിലേക്ക് വെക്കുമ്പോൾ എന്താ? മുകളിലേക്കല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്? ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, തന്നിട്ട് നമ്മളോട് അവിടെ ഉള്ള വർക്ക് പോസിറ്റീവ് വർക്കാണോ, നെഗറ്റീവ് വർക്കാണോ, 0 വർക്കാണോ, അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബോക്സിന് മുകളിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? അപ്വേർഡ് ഡയറക്ഷനിലല്ലേ? അല്ലേ? സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കാം. ഇനി ഇവിടെ മോഷൻ സംഭവിക്കുന്നത് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇയാൾ മുന്നോട്ടേക്കല്ലേ നടക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ ആംഗിൾ എന്തായി മാറി? 90 ഡിഗ്രി ആയി മാറി. എങ്കിൽ ഇവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? 0 വർക്കാണ്. ഇനി ഇതേ ആൾ തന്നെ സ്റ്റെയർസ് കയറുകയാണെങ്കിൽ, സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എഗെയിൻ നമ്മളൊരു ഒബ്ജക്റ്റിനെ എടുത്ത് തലയിൽ വെച്ച് അല്ലേ ആ ഒരു വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ, ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ട്?
നേരെയാണോ നടക്കുന്നത്? അല്ല, സ്റ്റെപ്പ് കയറുകയല്ലേ ചെയ്യുന്നത്. മുകളിലേക്കാണ് അല്ലെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതാണ് ഡിസ്പ്ലേസ്മെന്റ്. എങ്കിൽ എന്ത് സംഭവിക്കും? ദ വർക്ക് ഈസ് ഓക്കെ. അപ്പം load walking on a straight or a plain road is an example for what? Zero work. But who is holding a weight which is climbing a stairs കയറാണെങ്കിൽ it is an example for what? All right. So, ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം ബലത്തിന്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ വർക്ക് എന്ന് പറയാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവും ബലത്തിന്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതെങ്കിൽ then we can say that what? Negative. Okay. So yeah, some examples. Okay, let's do one question. In a supermarket, a shopkeeper pushes a trolley to a distance of 16 meters by applying a force of 95 Newton. Okay. In a shopkeeper pushes a trolley to a distance of 16 meters. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 16 meter. Now, by applying a force of 95 Newton. Force തന്നിട്ടുണ്ട് 95 Newton ആണ്. എങ്കിൽ what is the calculate the work done? നമ്മളോട് work done അല്ലേ. So W is equal to what? Force into displacement. So the W is equal to what? 16 into 95. Comment 16 into 95. Okay. So that is the correct answer. The value of 1500 1520 joule. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്ന എനർജി ആണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ. പിന്നെ നമുക്ക് വർക്കിന്റെ പാർട്ട് മൊത്തത്തിൽ കഴിഞ്ഞു. വിൽ ഗോ ടു ദ എനർജി പാർട്ട്. അപ്പോൾ എല്ലാം റെഡി ആണോ? അപ്പോൾ നമുക്ക് എനർജി പാർട്ടിലേക്ക് പോയിക്കൂടെ? സോ വാട്ട് ഈസ് എനർജി? We know that energy is nothing but it is the ability to do ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലേ, ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. ഇനി എനർജിയെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ എനർജിനെ നമുക്ക് 2 types ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വിച്ച് ആർ ദേ? ബിഫോർ ദാറ്റ് എനർജിയുടെ യൂണിറ്റ് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, ജൂൾ ആണ്. ഓക്കെ. ഇനി എനർജിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? There are 2 types of energy. Mechanical energy and the second one is, okay, before that not only 2 types of energy like mechanical energy, thermal energy. Mechanical energy means energy or position. Now thermal energy related to what? Temperature. Okay. Now chemical energy stored in chemical substance, for example food. The energy ഏത് ഫോർമുല? chemical energy ന്റെ ഫോർമുല ആണ്. Now electrical energy due to the flow of ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ആ ഒരു എനർജിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ ന്യൂക്ലിയർ എനർജി, സൗണ്ട് എനർജി, ഇതൊക്കെ എനർജീസിൻ്റെ കുറച്ച് ടൈപ്സ് ആണ്, എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ക്ലാസ് കട്ടാവുന്നുണ്ടോ? ഓക്കെ, വിൽ ചെക്ക് ദാറ്റ്. ഓക്കെ. സോ യെസ്, മെക്കാനിക്കൽ എനർജി. സോ നമുക്ക് പഠിക്കാനുള്ളത് എനർജിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി പൊസസ് due to its motion or position. മോഷൻ, ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് അല്ലെ അതിന്റെ പൊസിഷന്റെ ബേസിൽ ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. ഈ മെക്കാനിക്കൽ എനർജിനെ നമുക്ക് again we are going, that is kinetic energy and potential energy. തന്നെ പഠിച്ചു അല്ലേ, വർക്ക് ആൻഡ് എനർജി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എനർജി പാർട്ടാണ്. സോ എനർജി പാർട്ടിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? Mechanical energy. We are going to learn in detail about mechanical energy. ഈ mechanical energy mechanical energy എന്ന് പറഞ്ഞാൽ എന്താ? വേറൊന്നുമല്ല, യാന്ത്രികോർജ്ജമാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. that is kinetic energy and potential energy. നമുക്ക് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജിയാണ്. Mechanical energy can be divided into potential energy. Alright. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജിനെ നമുക്ക് again രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 2 എനർജി ഉണ്ട്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ പൊസിഷൻ, അതിന്റെ സ്ഥാനം കൊണ്ടുള്ള
അതെവിടെയാണോ നിൽക്കുന്നത് അല്ലേ, അതിൻ്റെ സ്ഥാനം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം due to the കോൺഫിഗറേഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു second type of potential energy. So mechanical energy is divided into two, kinetic energy and potential energy. Again this potential energy is divided into two. Alright, അടുത്തത് ഇനി നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജി? What is potential energy? The energy possessed by a body or configuration is called potential energy. ഒരു വസ്തു, ആ വസ്തുവിൻ്റെ മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന നമ്മൾ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഒന്നാമത്തെ കേസിൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് ഡാം. ഡാം കണ്ടിട്ടുണ്ട്, വലിയ അളവിൽ അല്ലേ, കുറേ വെള്ളം ഉണ്ടാവും അല്ലേ, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം കണ്ടിട്ടില്ലേ? അപ്പം എന്താണ് ഈ ഡാം വെള്ളത്തിൻ്റെ പ്രത്യേകത? ഒരു മാക്സിമം ഹൈറ്റിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനി ഇവിടുന്ന് അത് തുറന്നു വിടുമ്പോൾ എന്താ സംഭവിക്കുക? വളരെ സ്പീഡിൽ അത് താഴേക്ക് വരുന്നു. അതിൻ്റെ സ്പീഡ് കൊണ്ട് എന്താ, നമ്മൾ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അല്ലേ. സോ നമ്മുടെ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം ഹാവ് ഹൈ എനർജി അല്ലേ. അവിടെ അതെന്താ ചെയ്യുന്നത്? പ്രത്യേകത എന്താ? അതിൻ്റെ പൊസിഷൻ കാരണം. അത് അത്രയും ഹൈറ്റിലാണുള്ളത്. നമ്മൾ ആ ഹൈറ്റിലല്ലേ അതിനെ സ്റ്റോർ ചെയ്ത്, അതിൻ്റെ പൊസിഷൻ വാട്ടറിനുള്ള എനർജിയാണ് എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അതിൻ്റെ സ്ഥാനം കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ബോഡി ഹാസ് എൻ എനർജി ബിക്കോസ് അതെവിടെയാണോ അതിൻ്റെ ബേസിൽ. അതിനൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് പി ഇ ഈസ് ഈക്വൽ ടു എം ജി എച്ച്. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നു? വർക്ക് ഡൺ എഗ്നിസ്റ്റ് ദി ഗ്രാവിറ്റി അല്ലേ. ഇറ്റ് ഇസ് എ വർക്ക് ഡൺ എഗ്നിസ്റ്റ് ഗ്രാവിറ്റി. ഇതിൻ്റെ ഇക്വേഷൻ സെയിം അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ കാരണം. എന്താണ് കോൺഫിഗറേഷൻ? ഉദാഹരണത്തിന് നമ്മളൊരു അമ്പും വില്ലും അല്ലേ, ബോ ആൻഡ് ആരോ നോക്കുക. അതിന് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് വിടുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഗോ അല്ലേ. നമ്മളിത് കുറേ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കോൺഫിഗറേഷൻ അല്ലെ. അതിൻ്റെ ആ ഷേപ്പ് കാരണമല്ലേ അല്ലേ. ഇതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചത് കൊണ്ടല്ലേ ഇതിലേക്ക് ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടത്. ഇത് വിട്ട് കഴിഞ്ഞാൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് എനർജി സ്റ്റോർഡ് ഇൻ ദിസ് ആൻഡ് ദാറ്റ് എനർജി ഈസ് വാട്ട്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അല്ലെ അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ടുള്ള എനർജീനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് എനർജി കംസ് ഫ്രം wants to return its to original shape. അതെന്തുകൊണ്ടാണ്? നമ്മൾ സ്പോഞ്ച് അല്ലെ സ്പ്രിങ്ങിനൊക്കെ നമ്മളിങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ എന്താ വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പഴയ ഷേപ്പിലേക്ക് അല്ലേ വരും. അതിൻ്റെ എന്താ അവിടെ ഒരു എനർജി നമ്മൾ എന്താ ചെയ്യുന്നത്? എനർജി പൊട്ടൻഷ്യൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അതിൻ്റെ കോൺഫിഗറേഷൻ കാരണം അതിൻ്റെ ഷേപ്പ് ആണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. സെക്കൻഡ് ടൈപ്പ് നമ്മൾ 2 types ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് കൈനറ്റിക് എനർജീൻ്റെ കേസിലേക്ക് വരാം. ഓക്കെ, ഇപ്പം നമ്മുടെ 2 types എനർജി. സ്ഥിതികോർജ്ജം സ്ഥാനം മൂലമുള്ളതിന് എക്സാമ്പിളാണ് നമ്മളെ ഡാമിലൊക്കെ കെട്ടി നിന്നിട്ടുള്ള വെള്ളം. ഇനി കോൺഫിഗറേഷൻ മൂലമുള്ളതിന് എക്സാമ്പിളാണ് നമ്മൾ ബോ. അടുത്തതാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? So the next is kinetic energy. Kinetic energy is the energy possessed by an object by virtue of its motion. അതിൻ്റെ മോഷൻ, അതിൻ്റെ ചലനം കാരണം ഉണ്ടാകുന്ന എനർജീനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ബോ ആൻഡ് ആരോ, ഇതിലെന്താ സംഭവിക്കാം? ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എന്നാൽ ഇത് ഇവിടെ എന്താ മോഷൻ സംഭവിച്ചു അല്ലേ. നമ്മുടെ ആരോ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേസിൽ തന്നെ ഡാമിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുമ്പോൾ ആ വാട്ടറിൽ ഏത് എനർജിയാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. കാരണം അതിനെ നമ്മൾ എന്താ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹൈറ്റ് ഉയർത്തിയിട്ടല്ലേ സ്റ്റോർ ചെയ്യുന്നത്. സോ അതിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഡാമിലെ വെള്ളം നമ്മൾ തുറന്നു വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ്? ദിസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. കാരണം എന്താ? വെള്ളം മൂവ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് energy is equal to half mv square. All right, kinetic energy is equal to half mv square. Now
സോ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. കൈനറ്റിക് എനർജി equal to mgh and kinetic energy is equal to what? Half mv square. Alright. Next is law of മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. Okay. Yes. An object of mass 50 kg is lifted to a height of 8 meters. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. kg. ഒബ്ജക്റ്റിന്റെ മാസ് നമുക്ക് പറയുന്നുണ്ട് എത്രയാണ്? 50 kg ആണ്. മീറ്റർ ഫ്രം ദി 8 മീറ്റർ ഹൈറ്റിലേക്കാണ് അതിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ലിഫ്റ്റ് ചെയ്ത്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് ഇൻ ദി ഗ്രൗണ്ട്? നമ്മളോട് ചോദിക്കുന്നത് അത് ഗ്രൗണ്ടിലുള്ളപ്പോൾ. വരച്ചു നോക്കാം. ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ. എൻ ഒബ്ജക്റ്റ് ഓഫ് 50 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഓക്കെ. 50 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. എന്താണ്? എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 kg is lifted to a height of 8 meter from ഇവിടുന്ന് 8 മീറ്റർ ഹൈറ്റിലേക്ക് ഇതിനെ ഉയർത്തിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിലുള്ളപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളോട് എ പാർട്ട് ചോദിക്കുന്നത്. അപ്പോൾ എം നമുക്കറിയാം, എച്ച് അറിയാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എ പാർട്ട് നമ്മൾ എങ്ങനെ എഴുതണം? പി ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ് അല്ലേ? എങ്കിൽ എമ്മിൻ്റെ വാല്യൂ മാസ് 50 kg. ഓൾറെഡി കിലോഗ്രാമിലാണ്. നമ്മൾ ഇനി എന്തെങ്കിലും കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ജിയുടെ വാല്യൂ എന്താണ്? 10. ഓക്കെ. ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമുക്ക് 10 ആക്കി എടുക്കാം. എങ്കിൽ ഹൈറ്റ് എത്രയാണ്? ഗ്രൗണ്ടിലുള്ളപ്പോഴല്ലേ നമ്മളോട് ചോദിക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? h0 അല്ലേ? സോ 0. സോ ഇത് 0 ആവും. സോ വർക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആയിപ്പോവും. ഓൾറൈറ്റ്. അപ്പോൾ ഓപ്ഷൻ എ 0. Now calculate the potential energy when the body is at height of 8 meter. 8 meter ഹൈറ്റിലാണുള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും? 8 meter ഹൈറ്റിലാണുള്ളത് എങ്കിൽ again potential energy is equal to mgh അല്ലേ? എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 50 kg ആണ്. ആക്സിലറേഷൻ it as 10. h ഹൈറ്റ് എത്രയാണ്? ഓപ്ഷൻ ബി 8 meter ഉയർത്തി കഴിഞ്ഞാൽ അല്ലേ? ഹൈറ്റിൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ 8. So we'll get 8 into 5, 40 and 20. So 4000 joule. So നമ്മളൊരു 8 meter ഹൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 4000 joule ആണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. എങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. 4000 joule എത്ര പേർക്ക് കിട്ടി? So let's go to the next part. So the last part, that is law of conservation of. So what is law of conservation of energy? അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എനർജീനെ യാന്ത്രികോർജ്ജത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും കൈനറ്റിക് എനർജി ആയിട്ടും. എന്തായിരുന്നു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ എനർജീനെ എഗെയിൻ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ കാരണമുള്ളതായിരുന്നു. പൊസിഷൻ കാരണം കോൺഫിഗറേഷൻ കാരണമുള്ളത് അല്ലേ? വാട്ട് അബൌട്ട് കൈനറ്റിക് എനർജി? ഇറ്റ് ഈസ് ദി എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ, മൂവ്മെൻറ്റ് കാരണമുള്ളതാണ് അല്ലേ? ഇപ്പം നമ്മൾ ഡാമിൻ്റെ എക്സാമ്പിൾ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അത് ഓർത്ത് വെക്കുക. ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ വെള്ളത്തിൻ്റെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്നാൽ ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്താ? വെള്ളം ഫ്ലോ ചെയ്യും അല്ലേ? സോ അവിടെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് എനർജി? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സിമ്പിൾ ആണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. അതായത് നമുക്ക് എനർജീനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റില്ല. സോ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഓൺലി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എന്ന് വെച്ചാൽ എന്താ? ഊർജ്ജത്തിനെ നമുക്ക് എന്താ നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, അതുപോലെ നമുക്കതിനെ നശിപ്പിക്കാനും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ അല്ലേ? ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള എന്താ ലാഭമോ നഷ്ടമോ ഇല്ലാതെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. സോ എനർജി ക്യാൻ ഐദർ ബി ഇറ്റ് ക്യാൻ ഓൺലി ഫ്രം അനദർ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണോ ചെയ്യുന്നത്? ആണോ? നമുക്ക് എനർജി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഡാമിലെ വെള്ളം യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ എങ്ങനെയാണ് നമ്മൾ ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
ആക്ച്വലി അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, കൺവേർഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ വാട്ടറിൽ സ്റ്റോർഡ് വാട്ടറിന് എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ ഡാമിലെ വെള്ളം തുറന്നു വിടുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദിസ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണത്, മെക്കാനിക്കൽ എനർജിയാണ്. ഈ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയി മാറി, കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറി. ആൻഡ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്, ഇലക്ട്രിക്കൽ എനർജി അല്ലേ. അപ്പോൾ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുക അല്ലേ, നമ്മൾ നിർമ്മിക്കുകയാണോ ചെയ്യുന്നത്, അല്ല, പല പല രൂപങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. Now look at this. പാർട്ടിൽ ഇതുപോലൊരു ചിത്രം പറയുന്നത് സൺ ഈസ് ദി മേജർ സോഴ്സ് ഓഫ് എനർജി അല്ലേ. സണ്ണിൽ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ എനർജിയും കിട്ടുന്നത്. ഇപ്പോൾ സണ്ണിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ലേ, ഫുഡ് വി ഈറ്റ്, വി ആർ ഗെറ്റിംഗ് എനർജി. നമുക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്, ഭക്ഷണത്തിലൂടെയാണ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഈ ഭക്ഷണത്തിലെ എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ എനർജി കിട്ടുന്നത് എന്തുകൊണ്ടാണ്, ബിക്കോസ് എനർജി സ്റ്റോർഡ് ഇൻ ഫുഡ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ. ഫുഡിൽ കെമിക്കൽ എനർജീൻ്റെ ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ബാറ്ററി അല്ലെങ്കിൽ സെല്ലിലൊക്കെ എന്താ കെമിക്കൽ എനർജീൻ്റെ ഫോമിൽ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നൗ വെൻ വി ആർ ഈറ്റിംഗ്, നമ്മൾ ആ ഫുഡ് കഴിച്ചു, വി ഗോട്ട് എനർജി. നമ്മൾ സംസാരിക്കുകയാണ് അല്ലേ, നമ്മൾ എന്തെങ്കിലും വർക്ക് ഹാപ്പൻസ്, ഇഫ് മെക്കാനിക്കൽ വർക്ക് ചെയ്യണം അല്ലേ. അപ്പം എന്താ, മൈ chemical energy is converted, like the energy we get from food is converted into what, mechanical energy. Alright, പോട്ടെ. ഈ നമ്മൾ ഇലക്ട്രിസിറ്റി എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക് എനർജി is converted into light energy, heat energy. Alright, അപ്പോൾ അവിടെ എനർജി എന്താ സംഭവിക്കുന്നത്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇല്ല, അത് ജസ്റ്റ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ പറയുന്നത്. സോളാർ എനർജി, plants use solar energy for photosynthesis. Now how is the energy to the sun? നമ്മൾ കഴിക്കുന്ന ഫുഡ്, how is the energy we get from food അല്ലേ. നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മുടെ സണ്ണുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഡ്യൂ ടു because we are eating what, we are getting chemical energy stored in food. That chemical energy is from where, solar energy അല്ലേ. സൺലൈറ്റിൽ നിന്ന് ഫോട്ടോസിന്തസിസ് വഴി സ്റ്റോർ ചെയ്യുന്ന ആ കെമിക്കൽ എനർജീനെ അല്ലേ നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നത്. The energy change that. So here what's happening, the solar energy is converted into what, chemical energy. Next, is there energy production in power sun? Yes, നമ്മളെ പവർ പ്ലാന്റ്സിൽ അല്ലേ, പവർ പ്ലാന്റ്സിലൊക്കെ എന്താ നമ്മൾ കോൾ യൂസ് ചെയ്യുന്നുണ്ട്, കോൾ, പെട്രോൾ എക്സെട്ര. ഈ കോളിലും പെട്രോളിലും ഒക്കെ എന്താണ്, കൽക്കരിയിലും പെട്രോളിലൊക്കെ ഏതാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യല്ലേ. കോള്, പെട്രോളിലൊക്കെ ഈ പവർ പ്ലാന്റ്സിലൊക്കെ എന്താ നമ്മൾ കോൾ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ എനർജി അല്ലേ. നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ്, വർഷങ്ങളോളം ഭൂമിക്കടിയിൽ കിടന്നിട്ടല്ലേ നമ്മൾ ഈ കൽക്കരി ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്താ, ഈ കൽക്കരി ഉണ്ടാവുന്നത് എന്താണ്, ഈ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ്. എഗെയിൻ അവിടെ കെമിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓൾറൈറ്റ്, നൗ ഹൗ ഈസ് ദ എനർജി ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ റിലേറ്റഡ് ടു ദ സൺ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്താണ്, കോള്, പെട്രോൾ ഒക്കെ എങ്ങനെയാണ്, എനർജി സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ എനർജി. ഹൗ, ഇയേഴ്സ് ബാക്കിലെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ കൽക്കരി ഉണ്ടാവുന്നത് എങ്ങനെയാണ്, നമ്മൾ പണ്ട് അല്ലേ, വർഷങ്ങൾക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കുള്ള ആ ഫോസിൽ ഫ്യൂൽസ് എന്നാണ്, അതായത് ഫോസിൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നമ്മൾ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ എന്തുണ്ട്, സ്റ്റോർഡ് ആയിട്ട് അവിടെ കെമിക്കൽ എനർജി ഉണ്ട്. ഈ കെമിക്കൽ എനർജിനെയാണ് നമ്മൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോളിൽ, പെട്രോളിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന കെമിക്കൽ എനർജി. ആൻഡ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്, ഇലക്ട്രിക്കൽ എനർജി ഇൻ പവർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എന്താ എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്. ക്രിയേറ്റ് ആണോ ചെയ്യുന്നത്, അല്ല, ജസ്റ്റ് കൺവേർട്ടിംഗ് ഫ്രം. സോ ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് പവർ. For power, that is quantity of work done per unit time, and power is equal to work by time. Energy എന്താന്ന് പഠിച്ചു. And last one is power. What? It is the work done per time. Okay, ഇനി നമുക്ക് കുറച്ച് questions ചെയ്യാം. Alright, okay, yes. അപ്പോൾ നമുക്ക് നമ്മൾ questions ചെയ്യാം അല്ലേ. Electric iron, if 15 kilojoule work is done in 20. പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ എന്താണ്,
ഇക്വേഷൻ നമുക്ക് 4 മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അല്ലേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നൗ ദി വർക്ക് ഡൺ എഗൈൻസ്റ്റ് ദി ഗ്രാവിറ്റി അല്ലേ, ഗുരുത്വാകർഷണം ഒപ്പോസിറ്റ് ചെയ്ത വർക്ക് W is equal to what? mgh. അത് തന്നെയല്ലേ നമ്മൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി is equal to mgh. Now again kinetic energy is equal to half mv square. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊട്ടൻഷ്യൽ എനർജി ഒന്നുകൂടി എഴുതാം. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി is equal to mgh. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട 4 ഇക്വേഷൻസ്. പവർ is equal to വർക്ക് ബൈ ടൈം. ലാസ്റ്റ് വൺ, പവർ is equal to വർക്ക് ബൈ ടൈം. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം അല്ലേ, ഒരു യൂണിറ്റ് സമയത്ത് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ? ദാറ്റ് ഇസ് യൂണിറ്റ് ഓഫ് പവർ ഇസ് വാട്ട്സ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ W അല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് the power of an electric iron of 15 kilojoule work is done in 20 seconds. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതണ്ടേ? യെസ്. സോ നമുക്ക് കാണേണ്ടത് പവർ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് ഇലക്ട്രിക് അയൺ ഓഫ് 15 കിലോജൂൾ വർക്ക് ഈസ് ഡൺ. സോ വർക്കാണ് തന്നിട്ടുള്ളത് 15 കിലോജൂൾ. 20 സെക്കൻഡ് ടൈമും നമുക്ക് തന്നിട്ടുണ്ട് 20 സെക്കൻഡ്. ഓൾറൈറ്റ്, ആവശ്യമുണ്ടോ? കിലോ ജൂളിലല്ലേ ഉള്ളത്, നമുക്കതിനെ ജൂളിലേക്ക് ആക്കണ്ടേ? SI യൂണിറ്റ് എന്താണ്? ജൂൾ അല്ലേ. സോ 15 കിലോ ജൂളിനെ നമുക്ക് ജൂളിലേക്ക് ആക്കുമ്പോൾ അത് എത്ര ജൂളായി മാറും? 15,3000. അപ്പോൾ 15,000 ജൂൾ. ഓൾറൈറ്റ്, വർക്ക് ഈസ് ഈക്വൽ ടു 15,000 ജൂൾ ആൻഡ് T is equal to second. So now what is the equation? Calculate power is equal to work by time അല്ലേ. W യുടെ വാല്യൂ എത്രയാണ്? 15,000 and time എത്രയാണ്? 20. Now 1,500 by 2 750 കിട്ടും. So the power is 750 watts. So the power is 750 watts. എത്ര പേർക്ക് കിട്ടി? കിട്ടുന്നുണ്ടോ? എല്ലാവരും ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കിക്കേ. Okay, so let's go. Power of an electric, sorry, calculate the power നമ്മൾ ചെയ്തു കഴിഞ്ഞു. Next, a worker lift a box of mass 50 kg. Okay, അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ? A worker lift a box of mass 50 kg. 50 kg മാസ്സിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാണ് to a height of 2 meter. എന്താണ്? 2 meter ഹൈറ്റിലേക്ക് അതിനെ ലിഫ്റ്റ് ചെയ്തു. Now in 4 സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട് 4 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? കാൽക്കുലേറ്റ് ദ പവർ worker while lifting the box. Okay, calculate the power developed. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? പവർ ആണ്. Again, a worker lift a box of mass. So the mass is equal to what? 50 kg അല്ലേ. മാസ് തന്നിട്ടുണ്ട് kg ആണ്. Now height തന്നിട്ടുണ്ട് എത്രയാണ്? 2 meter. So height is equal to 2 meter and time is equal to what? 4 seconds. Now we have to find the power. Power ആണ് നമുക്ക് equation എന്താണ്? We know that to what? Work by time അല്ലേ. ഇനി ഇവിടെ വർക്ക് നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് power is equal to what? W by T. Work by time ചെയ്യണം എങ്കിൽ നമുക്ക് ആദ്യം എന്ത് കാണണം? അറിയാവോ? ഇല്ല. എന്ത് തന്നിട്ടുണ്ട്? M തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്, G യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. W is equal to, with the equation W is equal to mgh. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തത്? ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട് നോക്കിക്കേ, എ വർക്കർ ലിഫ്റ്റ് എ ബോക്സ് ഓഫ് മാസ് 50 kg ടു എ ഹൈറ്റ് ഓഫ് 2 meter അല്ലേ. അപ്പോൾ ഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റിനെയാണ് 2 meter ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്. ഈസ് ഓപ്പോസിറ്റ് ദി വാട്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. നമ്മൾ ഗുരുത്വാകർഷണ ബലത്തിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? W is equal to mgh ആണ്. ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ W is equal to m 50 kg. So 50 into G. G യുടെ വാല്യൂ will take G is equal to, okay, just G is equal to 10 meter per second. G യുടെ നമ്മൾ 10 meter per second square എടുക്കുകയാണെങ്കിൽ G equal to 10 into height എത്രയാണ്?
2 meter ആണ്. So W is equal to what? ഇവിടെ കിലോ ജൂൾ ആണ്, കിലോഗ്രാം ആണ്. കൺവേർഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. മീറ്റർ ആണ്, സെക്കൻഡ് ആണ്. SI യൂണിറ്റ് ആണ്, ഒരു കൺവേർഷൻ്റെ ആവശ്യമില്ല. കൊടുക്കുക 5 × 10 0 0. So 1000. Now what is the unit of work? Joule ആണ് അല്ലേ? W is equal to 1000 joule. Now ഇനി നമുക്ക് കാണാം. Power is equal to what? W by T. W യുടെ വാല്യൂ നമുക്ക് കിട്ടി 1000 ആണ്. 1000 divided by T യുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. So 1000 by 4. So we'll get a value of 250. അപ്പോൾ 100 by 4 20 ആണ്. 1000 by 4 ചെയ്താൽ 50. Now what is the unit of power? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? W. So the correct equal to 250. Simple അല്ലേ? Yes. So let's go. നമുക്ക് അടുത്ത question. Let's throw a shot of mass 6 kg with a speed of 12 meter per second. Okay. അപ്പോൾ എന്താ? An athlete throw a shot of mass 6 kg. അപ്പോൾ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 kg. Okay. അപ്പോൾ നമുക്ക് question complete. An athlete throws a shot of mass 6 kg with a speed of 12 meter per second. 12 meter per second speed ഒരു 6 kg മാസിനെ എടുത്തെറിയാണ് ചെയ്യുന്നത്. എങ്കിൽ what will be the kinetic energy? കൈനറ്റിക് എനർജി ആണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ നമ്മുടെ ഷോർട്ട് പുട്ട് അല്ലെ നമ്മുടെ ആ ഒരു ബോൾ എന്താ മോഷനിലാണുള്ളത്. സോ അവിടെ ഏത് എനർജിയാണുള്ളത്? കൈനറ്റിക് എനർജിയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി കൈനറ്റിക് എനർജി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോ വാല്യൂസ് എടുത്ത് എഴുതാം. വി നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാസ്. മാസ് ഈസ് ഈക്വൽ ടു വാട്ട്? 6 kg. comes the speed. വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? സെക്കൻഡ് അല്ലേ? 12 meter per second ആണ് അതിൻ്റെ സ്പീഡ്. Now what is the value of Now what is the equation for kinetic energy? നമുക്കറിയാം equation എന്തായിരുന്നു? Kinetic energy is equal to half mv square. Energy is equal to half into mass. Mass എത്രയാണ്? 6 ആണ്. V എത്രയാണ്? 12 ആണ്. So 3. 12 into 3 ചെയ്താൽ we get 36. So kinetic energy is equal to 30. Again yes. ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. Now നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? Kinetic energy is equal to half mv square ആണ്. So ഇവിടെ v square 12ന്റെ സ്ക്വയർ വേണ്ടേ? Kinetic energy is equal to half into m into v square. 12 സ്ക്വയർ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 12 സ്ക്വയർ എത്രയാണ്? 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് 144 ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും മതി. സോ kinetic energy is equal to 3 into 144. We'll get 432 joule. Okay. Here kinetic energy ആണ്. എനർജിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. So we'll get the answer of 432 joule. All right. Okay. A body of mass 2 kg is moving with a speed of 5 meter per second. A body 2 kg. Okay, നമ്മൾ ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 kg. ഇപ്പോൾ കൺസിഡർ ജസ്റ്റ് ഇമേജിൻ എ ബോഡി ഓഫ് മാസ് 2 kg is moving with a speed of 5 meter per second. 5 meter per second സ്പീഡിൽ അത് ട്രാവൽ ചെയ്യാണ്. Now find its kinetic energy. Again ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്തായിരിക്കും? മാസ് equal to what? 2 kg with a speed v is equal to 5 meter per second and kinetic energy is equal to what? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് kinetic energy is equal to half mv square. So kinetic energy is equal to 1 by 2 into what is the value of m? 2. v square, v is equal to 5. 5 into 5. So 2 boy. So kinetic energy is equal to 25 joule. Here the mass is given in kilogram, velocity in meter per second. So no need of any what conversion. Now we will get the value of kinetic energy. All right. So നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എ സ്റ്റോൺ ഓഫ് മാസ് 500 gram മാസ് തന്നിട്ടുണ്ട്. 500 gram ആണ്. ഇസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 20 meter. 20 meter ഹൈറ്റിലേക്കാണ് അതിനെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി.
പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്, കൈനറ്റിക് എനർജി അല്ല. സോ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. പിന്നെ എന്താ നമുക്ക് വാല്യൂസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് എന്താണ്, ഗ്രാം ആണോ കിലോഗ്രാം ആണോ ചെയ്യണം. ഓക്കെ, ഇപ്പം കൺവേർഷൻസും ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ചെയ്യണം. സോ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലേ എന്ന് പറയുന്നത് അല്ലേ പ്രവൃത്തിയും ഊർജ്ജവും നമ്മൾ എന്തൊക്കെ പഠിച്ചു? വി സ്റ്റാർട്ടഡ് വിത്ത് വർക്ക് അല്ലേ. വർക്ക് എന്താ നമുക്കറിയാം, വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. അതുപോലെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എന്തായിരുന്നു പോസിറ്റീവ് വർക്ക്? അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ പോസിറ്റീവ് വർക്ക്. നൗ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എങ്കിൽ എന്താ നെഗറ്റീവ് വർക്ക് അല്ലേ. ഇനി നമ്മൾ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ വൺ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് അതിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ എന്താണ്, സീറോ വർക്കാണ്. ഓൾറൈറ്റ്, അപ്പം നമ്മൾ വർക്കിൻ്റെ കേസിൽ മെക്കാനിക്കൽ എനർജി സ്ഥിതികോർജ്ജം പഠിച്ചു. അതിനുശേഷം പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും പഠിച്ചു അല്ലേ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ പൊസിഷനും കോൺഫിഗറേഷനും ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഹാഫ് എം വി. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്, MgH ആണ്. പിന്നെ നമ്മൾ കൈനറ്റിക് എനർജി പഠിച്ചു, ദാറ്റ് ഈസ് ഹാഫ് mv². ഓൾറൈറ്റ്, ഇനി നമ്മുടെ ഗ്രാവിറ്റിക്കെതിരെ അല്ലേ നമ്മളൊരു ഒബ്ജക്റ്റിനെ എടുത്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഗ്രാവിറ്റിനൊപ്പം ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എനർജീൻ്റെ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ അവിടെയുള്ള വർക്കിൻ ഇക്വേഷൻ, സോറി എനർജീൻ്റെ ഇക്വേഷൻ അല്ല, വർക്കിൻ ഇക്വേഷൻ എന്താണ്, W = mgh. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി Brilliant Study Center, India's #1 coaching center for NEET and JEE.